ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച നടന്നു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിൽ ഭീകരവാദം മൂലമുള്ള മരണം 70% കുറഞ്ഞതായും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ. രാജ്യത്ത് കൽക്കരി ഉൽപാദനം 100 കോടി ടൺ കടന്നതിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്നും നരേന്ദ്രമോദി. ആശാവർക്കർമാരുടെ സമരത്തിൽ കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാവർക്കർമാരുടെ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. IPL 18ാം സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ. വാർത്തകൾ വിശദമായി. ആരോഗ്യ സംരക്ഷണം, മെഡിക്കൽ വിദ്യാഭ്യാസം, ജീവശാസ്ത്ര ഗവേഷണം എന്നിവയിൽ മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് എയിംസ് എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ എയിംസിന്റെ 49ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. 69 വർഷത്തെ കാലയളവിൽ അനേകം മികച്ച മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കാൻ എയിംസിന് സാധിച്ചിട്ടുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. രാജ്യത്ത് കൽക്കരി ഉൽപാദനം 100 കോടി ടൺ കടന്നതിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത എന്നിവയിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ കഠിനാധ്വാനം, ആത്മസമർപ്പണം എന്നിവയുടെ പ്രതിഫലനമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച ഇന്ന് നടന്നു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൽശക്തി മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകൾ ലോക്സഭ പാസാക്കി. രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കാരെ വിലങ്ങുവച്ച് നാട്ടിലേക്ക് തിരികെ അയച്ച നടപടിയിൽ പാർലമെന്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിൽ ഭീകരവാദം മൂലമുള്ള മരണം 70% കുറഞ്ഞതായി അദ്ദേഹം രാജ്യസഭയിൽ അറിയിച്ചു. ഭീകരവാദം, ഇടതുപക്ഷ തീവ്രവാദം, വടക്കുകിഴക്കൻ മേഖലയിലെ കലാപം എന്നിവയാണ് രാജ്യം നേരിടുന്ന പ്രധാന ആഭ്യന്തര പ്രതിസന്ധികളെന്നും ശ്രീ ഷാ പറഞ്ഞു. नरेंद्र मोदी जी के आने के बाद आतंकवाद के खिलाफ जीरो टॉलरेंस की नीति प्रधानमंत्री की है। मोदी जी के आने के बाद उरी और पुलवामा में हमला हुआ। 10 ही दिन में पाकिस्तान के घर में घुसकर सर्जिकल स्ट्राइक और एयर स्ट्राइक कर जवाब दिया। ജൽജീവൻ മിഷന് കീഴിൽ രാജ്യത്തെ 15.52 കോടിയിലധികം ഗ്രാമീണ കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി CR പാട്ടീൽ ലോക്സഭയിൽ. ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലസാമ്പിളുകൾ പരിശോധിക്കാൻ 5 ലക്ഷം ഗ്രാമങ്ങളിൽ നിന്നുള്ള 25 ലക്ഷം സ്ത്രീകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. किसानों का कल्याण मोदी जी की सर्वोच्च प्राथमिकता है और कल्याण की कई योजनाएं सरकार चला रही, लेकिन हम चाहते थे कि कृषि पर, किसानों पर प्रतिपक्ष भी सार्थक चर्चा करे, अपनी बात रखे, अच्छे सुझाव दे. सकारात्मक सुझावों का सदैव स्वागत है. मैं तो साल भर से चर्चा की प्रतीक्षा कर रहा था. मैं प्रतिपक्ष से आज आग्रह करता हूं कि कम से कम वो आज चर्चा होने दे, चर्चा का मार्ग खोले, सार्थक बहस करे, चर्चा करे, ताकि सही अर्थों में हम सब किसान कल्याण के कामों को आगे बढ़ा सकें. 2025-ൽ ക്ഷയരോഗമുക്ത രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. രാജ്യത്തെ ക്ഷയരോഗ നിരക്ക് 17.7%, ക്ഷയരോഗം മൂലമുള്ള മരണം 21% കുറഞ്ഞതായി അവർ ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞു. 347 ജില്ലകളിൽ 100 ദിവസത്തെ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ശ്രീമതി അനുപ്രിയ പട്ടേൽ അറിയിച്ചു. We are moving fast in the direction of creating a TB-free India by 2025. Today in India, with the consistent efforts of the government, the incidence rate has gone down by 17.7%. TB mortalities have reduced by 21.4%. TB treatment coverage has expanded by 32% between the year 2015 and 2023. And even the MDR TB cases have gone down by 20%.
ബഹിരാകാശ ബയോടെക്നോളജി മേഖലകളിലെ ശ്രദ്ധേയമായ പുരോഗതിയുടെ പേരിലാണ് ഇന്ത്യ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ബയോടെക്നോളജി വ്യവസായ ഗവേഷണ അസിസ്റ്റൻസ് ഉപദേശക കൌൺസിലിന്റെ 13ാമത് സ്ഥാപക ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ 10,000 ബയോടെക്നോളജി സ്റ്റാർട്ടപ്പുകളിലൂടെ ഏകദേശം $165 ബില്യൺ ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ഈ മാസം 24, 25 തീയതികളിൽ നടത്താനിരുന്ന ബാങ്ക് സമരം മാറ്റിവച്ചു. ഇന്ന് നടന്ന അനുരഞ്ജന ചർച്ചയിലാണ് തീരുമാനം. IBA, DFS സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആദ്യ യോഗം നാളെ ചെന്നൈയിൽ ചേരും. കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വറായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ തിരുവനന്തപുരത്തെ പൌരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനവും വലുതുമായ നാഗസന്യാസി സമൂഹമായ ശ്രീ ചന്ദ് ദർശനാം ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വറായി സ്വാമി ആനന്ദവനം ഭാരതിയെ പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ചാണ് അഭിഷേകം ചെയ്തത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സമരത്തിൽ സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സബ്മിഷനിലൂടെയാണ് വിഷയം പ്രതിപക്ഷ നേതാവ് BD സതീശൻ സഭയിൽ ഉന്നയിച്ചത്. സമരത്തോട് സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണുള്ളതെന്ന് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം ഇറങ്ങിപ്പോകുകയായിരുന്നു. അതേസമയം ആശമാരുടെ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണിന് നാളെ തുടക്കം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. രാത്രി 7:30-നാണ് മത്സരം. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യാപാരം വിപുലീകരിക്കുക, വിപണി പ്രവേശം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കാണ് ഇരു രാജ്യങ്ങളും ഊന്നൽ നൽകുന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. India and the US are in the process of taking bilateral trade negotiations forward. The two governments are actively working to build a framework for the BTA which would aim to expand trade, enhance market access, reduce tariff and non-tariff barriers, and deepen supply chain integration. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഭൌമ മണിക്കൂർ നാളെ ആചരിക്കും. രാത്രി 8:30 മുതൽ 9:30 വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും അത്യാവശ്യമില്ലാത്ത വൈദ്യുത വിളക്കുകൾ അണച്ചായിരിക്കും ദിനാചരണം. എല്ലാ വർഷവും മാർച്ച് മാസത്തെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണ വകുപ്പ് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് പർപ്പിൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പങ്കെടുത്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 557 പോയിന്റ് ഉയർന്ന് 76,906-ലും നിഫ്റ്റി 160 പോയിന്റ് നേട്ടത്തിൽ 23,350-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 66,160 രൂപയും ഗ്രാമിന് 8,270 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $305 ദശലക്ഷം ഉയർന്ന് $654.27 ബില്യൺ ഡോളറിലെത്തി. മാർച്ച് 14-ന് അവസാനിച്ച ആഴ്ചയിലെ കണക്കാണിത്. സ്വർണ്ണശേഖരം $66 ദശലക്ഷം ഉയർന്ന് $74.39 ബില്യൺ ഡോളറിലെത്തി. കർണാടക നിയമസഭയിൽ സ്പീക്കറോട് അപമര്യാദയായി പെരുമാറിയതിന് 18 BJP MLA-മാരെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സർക്കാർ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിന് 4% സംവരണം ഏർപ്പെടുത്തിയതിന് ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം BJP MLA-മാർ പ്രതിഷേധിക്കുകയായിരുന്നു. സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികെ എത്തിയ MLA-മാർ കടലാസ് കഷ്ണങ്ങൾ അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച നടന്നു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീരിൽ ഭീകരവാദം മൂലമുള്ള മരണം 70% കുറഞ്ഞതായും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ.
രാജ്യത്ത് കൽക്കരി ഉൽപാദനം 100 കോടി ടൺ കടന്നതിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്നും നരേന്ദ്രമോദി. ആശാവർക്കർമാരുടെ സമരത്തിൽ കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാവർക്കർമാരുടെ നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. IPL 18ാം സീസണ് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.